ഗുരുദേവന്റെ ക്ഷേത്ര സങ്കല്പത്തെ കുറിച്ച് എന്തെങ്കിലും പറയണം എന്നൊരു ആഗ്രഹമാണ്. ഗുരുദേവൻ ഒരുപാട് ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ഏറെക്കുറെ 34 ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അത്രയും തന്നെ ക്ഷേത്രങ്ങൾ ഗുരുദേവന്റെ ശിഷ്യന്മാരും പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ഗുരു ഉദ്ദേശിച്ചത്, ഗുരുവിന്റെ താല്പര്യം എന്തായിരുന്നു, അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ്. നമ്മുടെയൊക്കെ സങ്കല്പം എന്താണ്, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ സങ്കല്പം എന്താണ്? ഇതിലാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് ക്ഷേത്രം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? കൃഷ്ണചേട്ടൻ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ചോദിച്ചു പോവുകയാണെങ്കിൽ എന്താണ് നമ്മളുടെയൊക്കെ സങ്കല്പം, എന്താണ് ക്ഷേത്രം? ഓരോരുത്തരൊക്കെ കാര്യം സാധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും, വഴിപാട് കഴിച്ച് ഇന്ന കാര്യം സാധിച്ചാലേ എന്ന് പറഞ്ഞു. അല്ലാത്തൊരു ആയുസ്സും ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ പലരും പല രീതിയിലാണ്. അതാണ് ഓമന ചേച്ചിയുടെ നമ്മള് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അമ്പലത്തിൽ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈശ്വരൻ പൊതുവെ ബുദ്ധിമുട്ടി പോകും. എല്ലാവരുടെയും കാര്യങ്ങൾ ഇങ്ങനെ സാധിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാല് വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? കൺവീനറുടെ അഭിപ്രായം എന്താണ്? ക്ഷേത്രം ക്ഷേത്രത്തില് നമ്മളുടെ സങ്കല്പം എന്താണ് എന്നുള്ളതാണ്. ക്ഷേത്രം കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ചോദ്യം ചോദിച്ചാലും ഒന്നും പറയില്ല അല്ലെ. നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോകുന്നവരാണ്. എന്താണ് നമ്മളുടെ സങ്കല്പം എന്താണ്? അവിടെ ക്ഷേത്രം എന്നും അമ്പലം എന്നും പറഞ്ഞ ഒരു സ്ഥാപനം ഉണ്ടല്ലോ. അവിടെ പോകുമ്പോ അവിടെ വിഗ്രഹം ഉണ്ട്. ആ വിഗ്രഹത്തിനും അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് പൂജാരി അവിടെയൊക്കെ ജീവിക്കണ്ടേ, ആ ക്ഷേത്രം നിലനിർത്തണ്ടേ. അതുകൊണ്ട് പോയിട്ട് നമ്മള് ആ ക്ഷേത്രം ഉള്ളതിന്റെ പേരിൽ ഇപ്പൊ നമ്മുടെ പാലാരിവട്ടം അമ്പലം ഉണ്ട്, നമ്മളായിട്ട് സ്ഥാപിച്ച അമ്പലമാണ്. ക്ഷേത്രം നിലനിർത്താൻ വേണ്ടിയൊക്കെയാണ് ഞാൻ പോകുന്നത് മെയിനായിട്ട്. അവിടെ പോയി കാണിക്കൊക്കെ നമ്മളില്ലെങ്കിൽ ക്ഷേത്രം നിലനിൽക്കില്ല. അതെ, ആരാണോ ക്ഷേത്രത്തിൽ നിന്ന് ത്രാണനം ചെയ്യുക. അത് നല്ലൊരു ആൻസറാണ്. ഇത് നല്ല ആൻസറാണ്. അല്ല ഈ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ക്ഷേത്രം എന്ന് പറഞ്ഞാല് അല്ല, അത് നമ്മുടെ പ്ലെയിൻ മീനിങ് നമുക്ക് ആദ്യം ഒന്ന് എടുക്കാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സങ്കല്പങ്ങളുണ്ടോ ക്ഷേത്രം എന്ന് പറഞ്ഞാല്? അല്ല, മാഡം തന്നെ ഇത് പറഞ്ഞല്ലോ, ഒന്ന് ക്ഷേത്രത്തിന്റെ ഒരു അർത്ഥം അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ സംസ്കൃതത്തില് 3 അർത്ഥമാണ് ക്ഷേത്രത്തിനുള്ളത്. ഒന്ന് ഇതുപോലെ ക്ഷതാത്രായതേ ഇതി ക്ഷേത്രഃ, ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യുക, രക്ഷിക്കുന്നതാണ് ക്ഷേത്രം എന്ന് പറയാൻ. നാശത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷിക്കുന്നതാണ് ക്ഷേത്രം എന്നൊരു സങ്കല്പം. രണ്ടാമത് ക്ഷീയതേ ഇതി ക്ഷേത്രഃ എന്ന് പറയുന്നുണ്ട്. ക്ഷയിക്കുന്ന എന്താണോ അത് ക്ഷേത്രമാണ്. ക്ഷയിച്ചു പോകുന്നു. മൂന്നാമതൊരർത്ഥം പറയുന്നത് ശരീരമാണ്. ശരീരം ക്ഷേത്രമാണ്. ഇതം ശരീരം ക്ഷേത്രം അഭ്യയതേ എന്ന് ഭഗവാൻ അർജുനോട് പറയുന്നുണ്ട്. ഇതം ശരീരം ക്ഷേത്രം ഇതഭ്യതേ, ഈ ശരീരം ക്ഷേത്രമാകുന്നു എന്ന് പറയുന്നു. പിന്നെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഫീൽഡ് അല്ലെങ്കിൽ ക്ഷേത്രം, കുരുക്ഷേത്രം, യുദ്ധം നടന്ന സ്ഥലം ക്ഷേത്രം. അപ്പൊ അങ്ങനെ 2-3 അർത്ഥങ്ങളുണ്ട്. അപ്പൊ നമ്മളുടെയൊക്കെ സങ്കല്പം എന്ന് പറയുന്ന ക്ഷേത്രം ഈശ്വരൻ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളതാണ്. ഇനി ആ രീതിയിലാണോ ഗുരുദേവൻ ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കണം. സാധാരണ ഒരു ക്ഷേത്രം അല്ലെങ്കിൽ 3-4 തരത്തിലുള്ള ക്ഷേത്രങ്ങളാണ്. കാവുകൾ കേട്ടിട്ടുണ്ടാവും.
അതായത് ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു കല്ല് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു മരത്തിന്റെ ചുവട്ടിലൊക്കെ ഉള്ള ഒരു കല്ല് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ എന്നുള്ള ഒരു സങ്കല്പം മാത്രമായിരിക്കും. സർപ്പക്കാവ് എന്ന് പറയും. സർപ്പക്കാവ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ചില കുടുംബങ്ങളിലൊക്കെ നേരത്തെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ പൂജിച്ചുകൊണ്ടിരുന്ന ഒരു കല്ല് അല്ലെങ്കിൽ ഒരു മരത്തിന്റെ ചുവട്ടിലുള്ള ആ ഒരു പ്രതിഷ്ഠ പോലെയുള്ളത്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ ഒരു കാവൊക്കെ എന്റെ സങ്കല്പമല്ല, റിയാലിറ്റി ആയിരുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു കാവ്, അവിടെ അങ്ങനെ അമ്പലമായിട്ടൊന്നും പണിതിട്ടൊന്നുമില്ല, ഒരു മരത്തിന്റെ ചുവട്ടില്. ഇന്ന് തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും കാവുകൾ. പിന്നെ വരുന്നതാണ് കോവില്, കുറച്ചുകൂടി ഇതായിട്ട് വരുന്ന കോവില്. അതും ഇതുപോലെ തന്നെ ഒരു മറയുണ്ടാവും, ചെറിയൊരു മറ, വെള്ളമൊക്കെ നനയാത്ത രീതിയിൽ. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് കോവിലുകൾ കാണാം. വേറെ ദേവന്റെ ഉപപ്രതിഷ്ഠകളോ അല്ലെങ്കിൽ അങ്ങനെ വിശാലമായ ഇതുപോലെ നാലുകെട്ടുകളോ ഇതൊന്നും ഉണ്ടാവുകയില്ല. ഇപ്പൊ തമ്പാനൂര് ചെന്ന് നമ്മള് ബസ് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു ഗണപതിയുടെ ഒരു ക്ഷേത്രം കാണാം. അവര് തമിഴന്മാര് കൂടുതലും കോവിൽ എന്നാണ് പറയുന്നത്. മാരിയമ്മൻ കോവില്, മുരുകൻ കോവില്, ഇങ്ങനെയുള്ള ആറ്റുകാലെല്ലാം മറ്റേ ഗണപതിയുടെ ഒരെണ്ണമുണ്ടല്ലോ, തേങ്ങയൊക്കെ അടക്കണേ, കോവിൽ എന്നാണ്, ഗണപതി കോവിൽ. അപ്പൊ അവിടെ ഇതുപോലെ ചെറിയൊരു മറയുള്ള ഒരു സ്ഥലമാണ് കോവിൽ എന്ന് പറയുന്നത്. കുറച്ചുകൂടി വലിയതായിട്ട് വരുമ്പോഴാണ് ഈ അമ്പലങ്ങൾ. അമ്പലമാവുമ്പോൾ അതിന് ഇതുപോലെ ഒരു ഗർഭഗൃഹം കാണും, മറ്റുപദേവതകൾ കാണും. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു അമ്പലമായിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഗുരുവായൂരൊക്കെ അമ്പലം എന്നാണ് കൂടുതൽ. ഒരുപാട് ദേവതകളൊന്നും ഉണ്ടാവില്ല, ഒരു മെയിൻ പ്രതിഷ്ഠ ഉണ്ടാവും, കൊടിമരം ഉണ്ടാവും, അങ്ങനെയുള്ള അമ്പലങ്ങൾ. പിന്നെ വരുന്നതാണ് ക്ഷേത്രങ്ങൾ, മഹാക്ഷേത്രങ്ങള്, ക്ഷേത്ര സമുച്ചയങ്ങള്, ഉപദേവതകള്, കൊടിമരം, ഗർഭക്ഷേത്രം, അതുപോലെ അതിന് ചുറ്റുമായിട്ടുള്ള നാലുകെട്ട്, ഇതൊക്കെ നമസ്കാര മണ്ഡപം, ഇങ്ങനെയൊക്കെയുള്ള അതാണ് ക്ഷേത്രങ്ങൾ, മഹാക്ഷേത്രങ്ങൾ എന്നൊക്കെ പറയുന്നത്. എന്തായിരുന്നു ഗുരുദേവന്റെ സങ്കല്പം? ഗുരുദേവൻ ഒരുപാട് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു, അല്ലെങ്കിൽ പ്രതിഷ്ഠ നടത്തി. അപ്പൊ ഒരു ക്ഷേത്രം കൂടി ഉണ്ടാകട്ടെ എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു, അല്ലെങ്കിൽ താല്പര്യം എന്തായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ ഗുരുദേവൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. തന്നെയല്ല, ഗുരുദേവൻ സ്വന്തം താല്പര്യപ്രകാരം 3 ക്ഷേത്രങ്ങൾ എന്ന് തന്നെ പറയാൻ പറ്റില്ല. 1888 ആദ്യമായിട്ട് പ്രതിഷ്ഠ നടത്തിയ ഏതാണ്? ആദ്യമായിട്ട് പ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറം പ്രതിഷ്ഠയാണ്. 1888 ശിവരാത്രി നാളില് ആദ്യമായിട്ട് നടത്തിയ പ്രതിഷ്ഠയാണ് അരുവിപ്പുറത്ത്. നമ്മളൊക്കെ അവിടെ പോയിട്ടുണ്ട്. പിന്നീട് നടന്ന ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ പ്രതിഷ്ഠകളൊക്കെ വിശ്വാസികൾ അല്ലെങ്കിൽ മറ്റ് അനുയായികളൊക്കെ ആവശ്യപ്പെട്ടതനുസരിച്ച് ചെയ്തതാണ്. അല്ലാതെ ഗുരുദേവൻ തന്നെ തന്റെ ഇഷ്ടപ്രകാരം അങ്ങനെ ചെയ്തതല്ല. പിന്നെ സ്വന്തമായിട്ട് ചെയ്യുന്ന 1912 ശാരദ മഠമാണ്, ക്ഷേത്രമല്ല, മഠമാണ് പ്രതിഷ്ഠ. അവിടെ മഠമായിട്ടാണ്, ഒരു ക്ഷേത്രമായിട്ടല്ല നമ്മളെ ശാരദാ പ്രതിഷ്ഠ കാണുന്നത്. ഇല്ലേ? വർക്കല പോയിട്ടുള്ളവരൊക്കെ ശാരദാ മഠം എന്നാ പറയുന്നത്. കാരണം അവിടെ ഈ നിവേദ്യം ഒന്നുമില്ല, പൂവും അതുപോലെ വെള്ളവും മാത്രമാണ്. പൂവും വെള്ളവും മതി നമ്മുടെ ശാരദയ്ക്ക്. രണ്ടും രണ്ട് സ്ഥലത്തില്ല. ഏതാ ക്ഷേത്രം? ഇത് പ്രതിഷ്ഠ നടത്തിയത് 1988 അരുവിപ്പുറത്ത്. അരുവിപ്പുറത്ത്. ശാരദാമഠം വർക്കലയില്. രണ്ടും രണ്ട് സ്ഥലത്താണ്. അങ്ങനെയാണല്ലോ. അല്ല, മറ്റേ കൂടെ കൂട്ടി വായിക്കുമ്പോ ഇവിടാണെന്ന് വിചാരിക്കും. അല്ലല്ല,
ശാരദാ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് എനിക്ക് സംശയം വന്നത് ശിവഗിരിയിലാണ്. ശിവഗിരി പോയിട്ടില്ലേ? അപ്പൊ ശാരദയെ വണങ്ങിയിട്ടാണ് നമ്മൾ അത് കൂടാതെ വേറൊരു ശാരദാമ്മയുടെ അവിടെ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ഇല്ല, അവിടെ ശാരദാമ്മ ഇല്ല. 1988 രണ്ടും ഉദ്ദേശത്തിൽ ചെയ്തതാണ്. ഉദ്ദേശിച്ച് ചെയ്തതാണ്. അത് മഠമായിട്ടാണ്. മാഷ് പറഞ്ഞ പോലെ ഗുരുദേവന് അമ്പലത്തിൽ ഒരു വിശ്വാസം ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അതാണ് ഇത് ആൾക്കാരെ നിർബന്ധം കൊണ്ട് ഉണ്ടാക്കി കൊടുത്താൽ ഗുരുദേവൻ അറിവുണ്ടാകാനാ പറഞ്ഞിരിക്കുന്നത്. അറിവാണ് ഈശ്വരൻ എന്നാ പറഞ്ഞത്. അത് മാത്രമല്ല, മാഷ് പറഞ്ഞത് ശരിയാണ്. പിന്നെ പ്രതിഷ്ഠ നടത്തുന്നത്, പ്രതിഷ്ഠയല്ല, പിന്നെ സ്ഥാപിക്കുന്ന 1924 എന്താണ്, ആലുവയിലെ ആശ്രമമാണ്, അദ്വൈത ആശ്രമമാണ്. അപ്പൊ ഒരു ക്ഷേത്രം, ഒരു മഠം, പിന്നെ ഒരു ആശ്രമം. പിന്നെ നടത്തിയിട്ടുള്ള പ്രതിഷ്ഠകളൊക്കെ ഇതുപോലെ ഓരോ പ്രദേശത്തെ ആൾക്കാർ വന്നിട്ട് ആവശ്യപ്പെട്ടതിന്റെ പേരിലാണ്. ഗുരുദേവനത് പറയുന്നുമുണ്ട്. വിശ്വാസികൾ ആവശ്യപ്പെട്ട പ്രകാരം, ഹിന്ദുമതത്തിലെ വിശ്വാസികൾ ആവശ്യപ്പെട്ട പ്രകാരം ആ മതത്തിലെ ചെറിയ ചില വിശ്വാസത്തിലെ പോരായ്മകൾ ഉണ്ടായിരുന്നു. അതിനായി നാം പരിഹരിച്ചു, പ്രതിഷ്ഠ നടത്തി എന്നാണ് പറയുന്നത്. ഇപ്പോ മണ്ണന്തലിയാണെങ്കിൽ അവിടുത്തെ പ്രതിഷ്ഠ ഇളക്കി മാറ്റിയിട്ടാണ് പുതിയ ദേവി വിഗ്രഹം പ്രതിഷ്ഠിച്ചത്, ഭദ്രകാളിയുടെ പ്രതിഷ്ഠ നടത്തിയത്. ഇവിടെ തന്നെ ഈ അരുവിപ്പുറത്ത് തന്നെ ഗുരുദേവൻ എഴുതി വെച്ചത് അല്ലെ, നമ്മളാരും അത് ഓർത്തിരിക്കണം, എല്ലാവരും ഓർത്തിരിക്കണം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ക്ഷേത്രം എന്ന് ഉപയോഗിച്ചില്ല, മാതൃകാ സ്ഥാനമാണിത്. ക്ഷേത്രം എന്ന് ഉപയോഗിച്ചാലും ആ പ്രാസം ശരിയാവും അല്ലേ? സോദരത്തേന വാഴുന്ന മാതൃകാ ക്ഷേത്രമാണിത് എന്ന് പറഞ്ഞാലും വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഗുരുദേവൻ ഉദ്ദേശിച്ചത് ഒരു സ്ഥാനമായിട്ടാണ്. കാരണം ഗുരുദേവൻ പിന്നീട് പറയുന്നുണ്ട്, നമുക്ക് ജാതിയില്ല, നമുക്ക് ജാതിയില്ല, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ജാതിയില്ല എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഹിന്ദു വിശ്വാസി അല്ല എന്നുള്ളതാണ്. അപ്പൊ ക്ഷേത്രം അവിടെ ഉപയോഗിച്ചിരുന്നുവെങ്കിലോ പിന്നീടൊക്കെ ആൾക്കാർ ചോദിക്കില്ലേ, ജാതിയില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് അവിടെ ഒരു ക്ഷേത്രം പണിതത് എന്നുള്ളത്. അതിനെല്ലാം ഗുരുദേവൻ വളരെ മുന്നിൽ കണ്ടിരുന്നു. അന്ന് നടന്നിരുന്ന ആ സാമൂഹ്യപരമായിട്ടുള്ള വേർതിരിവുകൾ, അല്ലെങ്കിൽ അതർക്കർ ആയിട്ടുള്ള ഈഴവര് താഴെയുള്ള ജനങ്ങൾ അനുഭവിച്ച കാര്യങ്ങളെല്ലാം അറിവില്ലായ്മയിൽ നിന്നാണ് ഉണ്ടായത് എന്ന് ഗുരുദേവൻ വിശ്വസിച്ചു. അറിവില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ആരോ പറഞ്ഞു ഈശ്വരൻ അറിവ് ആണെന്നുള്ളത്. തന്നെയുമല്ല, അന്നത്തെ ക്ഷേത്രങ്ങളൊക്കെ ഈ വലിയ ബ്രാഹ്മണർ പോലുള്ള ഉന്നത ജാതിക്കാര് കൈവശം വെച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അവിടെ ഒന്നും നമുക്ക് പ്രവേശനമില്ലായിരുന്നു. പ്രവേശനമല്ല, അതിന്റെ അടുത്തുകൂടി പോലും പോകാനുള്ള സാധിക്കില്ലായിരുന്നു. ഈ വൈക്കം സത്യാഗ്രഹം നടത്തിയ എന്തിനാണ്? ക്ഷേത്രപ്രവേശനത്തിനല്ല, ശരിക്കും പറഞ്ഞാല് ക്ഷേത്രത്തിന് പുറത്തോടുള്ള വഴി നടക്കുന്നതിനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലും ഇല്ലായിരുന്നു. അത് പിന്നെ വിളംബരം വന്നിട്ട് അങ്ങനെ ചെയ്തതാണ്, ക്ഷേത്രപ്രവേശന വിളംബരം. ഈ സത്യാഗ്രഹം ആദ്യമായിട്ട് തന്നെ ചെയ്യുന്നത് ആ പുറത്തുകൂടിയുള്ള വഴി പോലും നടക്കാനുള്ള അവകാശമില്ലായിരുന്നു. അപ്പൊ ഗുരുദേവൻ ഉദ്ദേശിച്ചത്, ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ പണിതാല് ഈശ്വരനെ നമുക്ക് കൊണ്ടുവരാം, ഇങ്ങോട്ട് കൊണ്ടുവരാം. ഈശ്വരനെ കുത്തകയായിട്ട് വച്ചിരിക്കുന്ന ഈ സവർണരായിട്ടുള്ളവരാണ് വച്ചിരിക്കുന്നത്. അവരുടെ അടുത്ത് ഒരിക്കലും നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. ആ ക്ഷേത്രങ്ങളിലൊന്നും നമുക്ക് പ്രവേശനമില്ല. അപ്പൊ ചെയ്യേണ്ടത് എന്താണ്? നമ്മളിലോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഈ താഴ്ന്ന ജാതിക്കാർക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് ചെയ്തത്. ഈശ്വരനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരിക. കാരണം എല്ലാ തിന്മകൾക്കും അല്ലെങ്കിൽ ഈ വിവേചനങ്ങൾക്കും കാരണം നമ്മളിലുള്ള ആ ഒരു അന്ധവിശ്വാസവും അറിവില്ലായ്മയുമാണ്. അപ്പൊ അത് ലഘൂകരിക്കണമെങ്കിൽ, അതില്ലാതാക്കണമെങ്കിൽ നമുക്ക് അറിവുണ്ടാകണം.
അതിന് ക്ഷേത്രാരാധന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈശ്വരൻ ക്ഷേത്രത്തിൽ തന്നെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പോകുന്നത് ഈശ്വരനെ കാണാനാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട്. ഭഗവാൻ കൃഷ്ണൻ ഉദ്ധവരോട് പറയുന്നുണ്ട്, ഈ പുരാണം, ഭാഗവത പുരാണത്തിൽ പറയുന്നുണ്ട്, കൃഷ്ണൻ അവതാര ദൗത്യം എല്ലാം കഴിഞ്ഞിട്ട് സ്വധാമത്തിലേക്ക്, വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകാൻ നേരത്ത്, അപ്പോൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ കൽക്കി വരും. കാരണം ആ യുഗം അവസാനിക്കുകയാണ്, ദ്വാപര യുഗം അവസാനിക്കുകയാണ്. കൽക്കി അവതരിക്കും. സകല വിധത്തിലുള്ള ദുഷ്കർമ്മങ്ങളും ഭൂമിയിലുണ്ടാകും. ഉദ്ധവര് മന്ത്രിയാണ്. ഉദ്ധവര് പറയാണ്, ഭഗവാനെ എന്നെയും കൂടി കൊണ്ടുപോകണം എന്ന്. 115 വർഷം കൃഷ്ണന്റെ കൂടെ നടന്ന ഉദ്ധവര് പറയുകയാണ്, അങ്ങില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. 5 വയസ്സ് തൊട്ട് കൂടിയതാണ്. 5 വയസ്സ് തൊട്ട് ഈ കൃഷ്ണ വിഗ്രഹം വെച്ച് പ്രാർത്ഥിക്കുകയും പിന്നീട് കൃഷ്ണന്റെ മന്ത്രിയായിട്ടൊക്കെ പ്രവർത്തിച്ചാണ് ഈ ഉദ്ധവർ എന്ന് പറയുന്നത്. ഉദ്ധവര് കൃഷ്ണൻ സ്വധാമത്തിലേക്ക് മടങ്ങി പോകാൻ നേരത്ത് ഉദ്ധവര് പറയുകയാണ്, എനിക്ക് ജീവിക്കാൻ വയ്യ, എന്നെയും കൂടി കൊണ്ടുവരണം. അപ്പൊ കൃഷ്ണൻ പറയുകയാണ്, ഞാനല്ല ഈശ്വരൻ, നീ അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, നിന്നെ എനിക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഈശ്വരനെ കണ്ടോളൂ. മാമേവ സർവഭൂതേഷു ബഹിരന്തരവാവൃതം വിഷ്യേത ആത്മനി ആത്മാനം യഥാഹം അമലാശയ. എല്ലായിടത്തും എന്നെ കണ്ടോളൂ. മാമേവ, എന്നെ തന്നെ കണ്ടോളൂ. മാമേവ സർവഭൂതേഷു, എല്ലാ ഭൂതങ്ങളിലും, എല്ലാ ജീവനങ്ങളിലും എന്നെ കണ്ടോളൂ. ബഹിരന്തര അവാവൃതം വിഷ്യേത, അകത്തും പുറത്തും. ബഹിരന്തര അവാവൃതം വിഷ്യേത ആത്മനി ആത്മാനം, അതിനുശേഷം സ്വന്തം ആത്മാവിൽ കാണുക. യഥാഹം അമലാശയ, എപ്രകാരമാണോ ആകാശം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത്. ആകാശം എല്ലായിടത്തും ഇല്ലേ? സ്പേസ്. ഈ മുറിക്കകത്ത് ആകാശമുണ്ട്. അടച്ചു വെച്ചിരിക്കുന്ന ഒരു അലമാരി അല്ലെങ്കിൽ പെട്ടിയാണെങ്കിൽ അതിനകത്തുമുണ്ട് ആകാശമുണ്ട്, അല്ലെങ്കിൽ സ്പേസ് ഉണ്ട്. അതുപോലെയാണ് എന്നെ കണ്ടോളൂ, എല്ലാ ഭൂതങ്ങളിലും എന്നെ കണ്ടോളൂ. അങ്ങനെയാണെങ്കിൽ ഈശ്വരൻ അതാണ്, സർവ്വവ്യാപിയാണ്. എല്ലാ ജന്മങ്ങളിലും അല്ലെങ്കിൽ ചരാചരങ്ങളിലും ഈശ്വരൻ കുടികൊള്ളുന്നു. ഈശ്വരനില്ലാത്ത ഒരു സ്ഥലം പോലും ഇല്ല. ഈശാവാസ്യമിതം സർവം, എല്ലാ സ്ഥലങ്ങളിലും ഈശ്വരൻ ഇരിക്കുന്നു. യത്കിഞ്ച ജഗത്യാൻ ജഗത്, ഇല്ലാത്ത ഒരു സ്ഥലവും ഇല്ല, ജഗത്തിലെ ഒരു സ്ഥലവും ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ അമ്പലത്തിൽ പോകേണ്ട ആവശ്യമുണ്ടോ? സ്വന്തം മനസ്സില് ഈശ്വരനുണ്ട്, അല്ലെങ്കിൽ സർവഭൂതങ്ങളിലും ഈശ്വരനുണ്ട്. അപ്പൊ ആ ഒരു ആശയമാണ് ഗുരുദേവനും ഉൾക്കൊണ്ടത്. ക്ഷേത്രം എന്ന് പറയുന്നത്, ഗുരുദേവൻ പറഞ്ഞത്, അവിടെ ശുചിത്വമായിട്ട് ആൾക്കാരെത്തും. ക്ഷേത്രമുണ്ടെങ്കിൽ ശുചിത്വം പാലിക്കും. അതുപോലെ നല്ല നല്ല വിചാരങ്ങളുണ്ടാവും, നല്ല ശുദ്ധമായി ശ്വസിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഗുരു സങ്കല്പിച്ചത്. അങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കണം. ഇപ്പൊ സാധാരണ സങ്കല്പത്തിൽ നിന്നൊക്കെ മാറിയിട്ടാണ്. ഇപ്പൊ പൊന്നുരുന്നി അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ജനലൊക്കെ വെച്ചിട്ടുണ്ട് അല്ലെ? ജനല്, കാറ്റുവെള്ളം. ശാരദാപീഠത്തില് 8 ഉണ്ട്, ഒറ്റകൻ 8 ഇതായിട്ടാണ്, 8 മുഖമായിട്ടാണ്. അപ്പൊ ഗുരുദേവന്റെ സങ്കല്പത്തില് ഈശ്വരൻ ഇരിക്കുന്ന സ്ഥലമല്ല. ഗുരുദേവൻ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ സ്ഥിരമായിട്ട്, ഇപ്പൊ തിരുവനന്തപുരം ശ്രീ പത്മനാഭൻ സ്വാമിയുടെ അടുത്തൊക്കെ പോയതായിട്ടല്ലോ നമ്മൾ വായിക്കുന്നുണ്ടോ? അവിടെ എന്തെങ്കിലും ഇല്ല. അപ്പൊ ഗുരുദേവന്റെ സങ്കല്പം അതായിരുന്നു. പക്ഷെ നമുക്കൊരു വിശ്വാസം ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്
പടിപടിയായിട്ട് നമ്മളെ ഉയർത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈശ്വരൻ നീ തന്നെയാണ് എന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തത്. ഒരു സമയത്തിന് ശേഷം ഗുരുദേവൻ തന്നെ പറഞ്ഞു, ഇനി നമുക്ക് വേണ്ടത് ക്ഷേത്രങ്ങളല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് SNDPയുടെ കീഴിലൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങണം. അതുപോലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണം. അതുപോലെ കച്ചവടം, കൈത്തൊഴിൽ പോലുള്ള മേഖലകളിൽ നമ്മൾ ഭൗതികമായ നേട്ടം ഉണ്ടാകണം എന്ന് പറയുകയുണ്ടായി. ഗുരുദേവനെ പറ്റി അതുപോലെ വേറൊരു നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഗോവിന്ദ വല്ലഭശ്ശേരി ഗോവിന്ദൻ ആശാൻ അല്ലേ ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഈ കല്ല് നാട്ടി നടക്കുന്നതെന്ന്. ഇപ്പുറത്തൊരു കല്ലാണ് പ്രതിഷ്ഠിച്ചത്. മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ പ്രതിഷ്ഠയായിട്ട് കാണുന്നത് കല്ലാണ്, അല്ലെങ്കിൽ കല്ലിൽ കൊത്തിയ രൂപങ്ങളാണ്. എന്തിനാണ് ഈ കല്ല് നാട്ടി നടക്കുന്നതെന്ന്. അപ്പൊ ഗുരുദേവൻ എന്താ പറഞ്ഞത്? ആ, ഞാൻ കല്ലല്ലേ നാട്ടുന്നുള്ളൂ, അങ്ങ് കല്ല് ചുമന്നുകൊണ്ട് കിടക്കുകയാണെന്ന്. എന്ന് പറഞ്ഞാൽ ഈ വല്ലഭശ്ശേരിയുടെ കാതിലൊരു കമ്മൽ ഉണ്ടായിരുന്നാണ്, ഒറ്റക്കെടുക്കൽ ഉണ്ടായത്. അത് മാത്രമല്ല ഗുരുദേവൻ പറഞ്ഞത്, ഇതൊക്കെ ഒരു ലക്ഷ്യമാണ്, മയിൽക്കുറ്റികളാണ്. ലക്ഷ്യം താണ്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആവശ്യമില്ല. മയിൽക്കുറ്റിയുടെ ആവശ്യം അതാണ്. നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലേ? ഇപ്പൊ നമുക്ക് മേനകയിൽ പോകണം, നമുക്ക് ഏത് വഴി വേണമെങ്കിലും പോകാം. പമ്മനം വഴി പോകാം, കല്ലൂർ വഴി പോകാം, സൗത്ത് വഴി പോകാം, എങ്ങനെ വേണമെങ്കിലും പോകാം. അല്ലെങ്കിൽ ഏത് മാർഗം വെച്ചിട്ടും പോകാം. കാറിന് പോകാം, ബസ്സിന് പോകാം, സ്കൂട്ടറിന് പോകാം, നടന്നു പോകാം. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഇതൊന്നും ചിന്തിക്കാറില്ല. നമ്മൾ കാറിനാണോ വന്നത്, അല്ലെങ്കിൽ മേനക വഴിയാണോ, അല്ല കല്ലൂർ വഴിയാണോ വന്നത് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ലക്ഷ്യമാണ് നമുക്ക് പ്രാധാന്യം. അപ്പൊ ഈശ്വരൻ ആരാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ക്ഷേത്രങ്ങളുടെ ആവശ്യമില്ല. ഇതാണ് ഗുരുദേവൻ പറഞ്ഞതാണ്. ഇതൊക്കെ ഒരു പോയിന്റുകളാണ്, മയിൽക്കുറ്റികളാണ്. അത് താണ്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ല. ലക്ഷ്യത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഈ ഇത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിനിടയിൽ ഗുരുദേവൻ നടത്തിയ ഒരു പ്രതിഷ്ഠയാണ് കാരമുക്ക് എന്ന് പറയുന്ന, തൃശ്ശൂരിനടുത്ത് കാരമുക്കില് പ്രതിഷ്ഠ നടത്തിയത്. എന്താണ് അവിടെ തർക്കമൊക്കെ ഉണ്ടായിട്ട് ഗുരുദേവൻ ഒരു വിളക്ക് കൊണ്ടുവരാനാണ് പറഞ്ഞത്. കവരവിളക്ക്, 3 കൂടി ഒരു കവരവിളക്ക് കൊണ്ടുവരാനാണ് പറഞ്ഞത്. നോക്കുക, ഈശ്വരന്റെ സങ്കല്പം നോക്കുക. വിളക്ക് എന്താ കാണിക്കുന്നത്? എന്താണ്? പ്രകാശമാണ്. ഈശ്വരൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. ദൈവം എന്ന് പറഞ്ഞ ദിവ് എന്ന് പറഞ്ഞാൽ പ്രകാശം, ദ്യോപില് ഇരിക്കുന്നവൻ, പ്രകാശത്തിലിരിക്കുന്നവൻ. അപ്പൊ ഗുരുദേവന്റെ സങ്കല്പം അതായിരുന്നു. അപ്പൊ തർക്കമൊന്നും വേണ്ട, ഒരു വിളക്ക് കൊണ്ടുവരാൻ പറഞ്ഞ് ഈ കാരമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ വിളക്കാണ് പ്രതിഷ്ഠിച്ചത്. അതുപോലെ തന്നെ മുരുക്കുംപുഴ എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് അടുത്ത്, അവിടെ ഒരു കണ്ണാടി കൊണ്ടുവന്നിട്ട് അതില് സത്യം, ധർമ്മം, ദയ, ശാന്തി ഇങ്ങനെ എഴുതിയിട്ടാണ് പ്രതിഷ്ഠ നടത്തിയത്. വേറെ പ്രതിഷ്ഠയുണ്ട് അവിടെ. കാളകണ്ഠേശ്വര ക്ഷേത്രം എന്നൊക്കെയാണ് ആ ക്ഷേത്രത്തിന്റെ പേര്. ശിവന്റെ പ്രതിഷ്ഠയുണ്ട്. പക്ഷെ ഒരു പ്രതിഷ്ഠ ചെയ്ത് ഗുരുദേവൻ ചെയ്ത് ഇതാണ്. അതുപോലെ കളവങ്കോട് വന്നപ്പോൾ കണ്ണാടിയാണ് പ്രതിഷ്ഠിച്ചത്. ഉല്ലല, ഓംകാരമാണ്. കണ്ണാടി കൊണ്ടുവരാൻ പറഞ്ഞതില് ഓം എന്ന്. പക്ഷെ ഓമിന് ദീർഘമില്ലാതായിപ്പോ ഒന്നായി പോയി. അപ്പോഴും പറഞ്ഞു ഗുരുദേവൻ അത് മതി, ഒന്നാണെങ്കിലും മതി എന്ന് പറഞ്ഞു. ഓംകാരം എന്ന് പറയുന്ന പ്രണവ മന്ത്രമാണ്, ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ കല്ലിൽ തുടങ്ങി കണ്ണാടി വരെ. കണ്ണാടി എന്താണ് കാണിക്കുന്നത്? തത്വമസി. അത് നീ തന്നെയാണ്, നീ അന്വേഷിച്ചു വരുന്ന ദൈവം നീ തന്നെയാണ് കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നത്. പക്ഷെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല.
കാരണം നമ്മൾ കണ്ണാടിയിൽ നമ്മുടെ പ്രതിബിംബമൊന്നും അവിടെ കാണുന്നില്ല. ഞാൻ പോയിട്ടില്ല കേട്ടോ. അപ്പോ എങ്കിൽ തന്നെയും ഗുരുദേവന്റെ മനസ്സിലതാണ്. അപ്പോ കല്ലിൽ തുടങ്ങി. കാരണം എന്താണ്, ഒരു LKG വിദ്യാർത്ഥി, ഒരു മാതാപിതാക്കൾക്ക് തന്റെ മക്കളെ ചിലപ്പോൾ ഡോക്ടറാക്കണം എന്നായിരിക്കും ആഗ്രഹം. അത് 10-25 വയസ്സ് വരെ ഇങ്ങനെ വീട്ടിൽ തന്നെ വെച്ചിരുന്നിട്ട് ഉടനെ കൊണ്ടുവന്ന് MBBS ചേർക്കുകയാണ് ചെയ്യണത്. LKG തൊട്ട് തുടങ്ങണം. LKG, UKG, 1ാം ക്ലാസ്, 2ാം ക്ലാസ് ഇങ്ങനെ തുടങ്ങി ഗ്രാജുവലായിട്ട് 10ാം ക്ലാസ്, +2 ഇങ്ങനെ പോയതിന് ശേഷമാണ് ഇവിടെ എത്തുന്നത്. അതുപോലെ തന്നെയാണ് ഗുരുദേവന്റെ ക്ഷേത്രസങ്കല്പം എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മള് ഈശ്വരനാണ്. പ്രാർത്ഥനയിലൊക്കെ പറയുന്നത് നാം ശരീരമല്ല, അറിവാണ്, ശുദ്ധമായ ബ്രഹ്മമാണ്, ബോധമാണ്. ഇത് നേരെ പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവുമോ? എല്ലാവരെയും വിളിച്ചിട്ട് നിങ്ങളൊക്കെ ആത്മാവാണ് അല്ലെങ്കിൽ നിങ്ങളൊക്കെ അറിവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഉൾക്കൊള്ളുമോ? ഇത്രയും കുടുംബയോഗം നടത്തിയിട്ട് നമ്മൾ ഒരു പ്രഭാഷണം ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. നമ്മൾ ആരെങ്കിലും ഇപ്പോഴും മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ഈ ആത്മാവാണ്, ഈ ഇരിക്കുന്ന ആളല്ല, ആറടിയുള്ള ആളല്ല, എടുത്തിട്ട് ഇങ്ങനെയുള്ള ആളല്ല, ശരീരമാണെന്ന് തന്നെയാണ് നമ്മളൊക്കെ ഇപ്പോഴും വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഗുരുദേവൻ ഈ ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തിയത്. അല്ലാതെ നമുക്ക് ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്, അതിൻ്റെ കൂടെ ഒരു ക്ഷേത്രം കൂടെ ആകട്ടെ, അല്ലെങ്കിൽ 30 ക്ഷേത്രം 40 ക്ഷേത്രം കൂടി ആകട്ടെ എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലല്ല. നമ്മളിൽ തന്നെ ഈശ്വരനുണ്ട്. ഈശ്വരൻ എന്ന് പറയുന്നത് അറിവാണ്, അല്ലെങ്കിൽ ആ പ്രകാശമാണ്. അപ്പൊ ആ സ്വരൂപത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ കല്ല് മുതൽ കണ്ണാടി വരെ, അല്ലെങ്കിൽ ഒരു ആശ്രമം അവസാനം കൊണ്ടുവന്ന് ഒരു ആശ്രമത്തിൽ കൊണ്ടുവന്ന് നിർത്തിയത്. അപ്പൊ ഈ ഒരു സങ്കല്പമാണ്. ഇതിപ്പോ എഴുതി വെച്ചേക്കുന്ന ഒരു കാര്യമല്ല, എൻ്റെ ഒരു വായനയിൽ നിന്നും നിരൂപണത്തിൽ നിന്നൊക്കെ കിട്ടിയ ഒരു റിസർച്ച് ചെയ്തതിന്റെ ഭാഗമാണ്. എന്റെ റിസർച്ച് മാർക്കറ്റിംഗിലായിരുന്നു. അപ്പൊ അല്ല റിസർച്ച് വളരെ പ്രയോജനപ്പെടും. നമുക്കൊരു കാര്യം, റിസർച്ച് നമ്മളുടെ ജീവിതത്തിൽ റിസർച്ച് ചെയ്താലുള്ള ഗുണം അത് തന്നെയാണ്. കാരണങ്ങളെ കാരണവുമായിട്ട് ബന്ധപ്പെടുത്താൻ, കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയും. ഇന്നതുകൊണ്ട് ഇന്നത് സംഭവിക്കാം, അല്ലെങ്കിൽ ഇന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാത്തിലും അങ്ങനെ ഒരു തത്വമുണ്ട്, അല്ലെങ്കിൽ ഒരു താല്പര്യമുണ്ട്. ഇപ്പൊ ഗീതയ്ക്ക് ഒരു താല്പര്യമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് മഹാഭാരതം എഴുതിയത്. മഹാഭാരതത്തിന് ഇടയിൽ കൊണ്ടുവന്നിട്ടാണ്, യുദ്ധത്തിന് ഇടയ്ക്കൊക്കെ കൊണ്ടുവന്നാണ് ഇത് വെച്ചു കൊടുത്തത്. വ്യാസൻ വളരെ വിദഗ്ധമായിട്ട് ചെയ്തതാണ്. ഈ കുട്ടികളുടെ അടുത്ത് കയ്പ് മരുന്നുകൊണ്ട് എടുത്തു കൊടുത്താൽ ഏക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം? തേനൊഴിച്ചോ അതേ പഞ്ചസാരയൊക്കെ പൊതിഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞ കണക്കാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് ഞാനൊരു ചെറിയ ക്ലാസ് എടുത്താണ്, പ്രഭാഷണം നടത്തിയതാണ്. ഇത് യുദ്ധത്തിന് നടുക്ക് കൊണ്ടുവന്ന് വെച്ച എന്താണ്? അതുപോലെ എല്ലാം മുഴുവൻ അധർമ്മമല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും സ്വജനം ആൾക്കാരെ എല്ലാം കൊല്ലുകയും അവസാനം 4-5 പേര് മാത്രം അവശേഷിക്കുകയും 10,000-കണക്കിന് വിധവകൾ ഉണ്ടാവുകയൊക്കെ ചെയ്ത് ധർമ്മത്തിന് വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞ ഒരു പുസ്തകം രചിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണുള്ള സംഭവങ്ങൾ നടന്നത്. പക്ഷെ അത് വളരെ വിദഗ്ധമായിട്ടാണ്. അപ്പൊ അങ്ങനെ എല്ലാത്തിലും ഈ മഹാന്മാരൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു തത്വം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു താല്പര്യം ഉണ്ടാവും, ഉദ്ദേശം ഉണ്ടാവും. അതവര് നേരെ പറയണമെന്നില്ല. ഇതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യണമെന്നില്ല. അത് നമ്മളുടെ മനസ്സിൽ ചിന്തിച്ച് ഉറപ്പിക്കണം. ശ്രവണം, മനനം, നിധിധ്യാസനം എന്നാണ് പറയുന്നത്. പറഞ്ഞ കാര്യങ്ങൾ ശ്രവിക്കുക, പിന്നെ അതിനെക്കുറിച്ച് മനനം ചെയ്യുക, ചിന്തിക്കുക, പിന്നെ അത് മനസ്സിൽ ഉറപ്പിക്കുക. അതൊന്നും ഉറപ്പിക്കാത്തതുകൊണ്ടാണ് നമ്മളിപ്പോഴും ശരീരമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ എങ്ങനെ ഇതിലെല്ലാം ഒരു താല്പര്യം ഉണ്ടാവുക, അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ ഒരു മോറൽ, അല്ലെങ്കിൽ ഒരു ഉദ്ദേശം ഉണ്ടാവുക. ഇതാണ് ഗുരുദേവന്റെ ഒരു ക്ഷേത്ര സങ്കല്പം. പക്ഷെ ക്ഷേത്രത്തിൽ പോകണ്ട എന്നുള്ള അർത്ഥമില്ല. കാരണം ക്ഷേത്രത്തിൽ പോയാൽ മാത്രം നമുക്കൊരു പ്രതിഷ്ഠ കാണുമ്പോൾ മാത്രമാണ് ഭഗവാനുമായിട്ട് കൂടുതൽ അടുത്തു വരുന്നത്, ഓർമ്മയുണ്ടാകുന്നത്, ഏകാഗ്രത കിട്ടുന്നത്.
ഭഗവത് സ്മരണ ഇല്ലെങ്കിൽ എന്താണോ നമ്മൾ മരണസമയത്ത് സ്മരിക്കുന്നത് അതായിട്ട് ജനിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ മരിക്കാൻ നേരത്തൊക്കെ ഒരു ഭഗവത് സ്മരണ ഉണ്ടാകണമെങ്കിൽ ക്ഷേത്രത്തിലൊക്കെ പോകണം. അത് വെറുതെ കല്യാണമാണ് അല്ലെങ്കിൽ അവിടെ പൈസ ഇട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ചിന്തിച്ചാൽ നമുക്ക് അങ്ങനെ അതുണ്ടാവുമല്ലോ. ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ പോകാൻ പറ്റത്തില്ലല്ലോ, ക്ഷേത്രം ഉണ്ടാവില്ല. ഏതാ ഞാൻ കാശിടുന്നതിന്റെ പേരിൽ അവിടെ വിളക്കുള്ളത് അങ്ങനെയൊക്കെ ആയിരിക്കാം. എല്ലാം അതൊരു സമ്മിശ്രമാണ്. റിസർച്ച് ചെയ്തൊരു പിന്നെ അധ്യാപകന് ആ രീതിയിലൂടെ റിസർച്ച് ചെയ്യണം. മാർക്കറ്റിൽ മാത്രം പോരാ. എവരി സ്റ്റെപ്പ് അല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രം അവർക്ക് വേണമെങ്കിൽ ഈ 24 മണിക്കൂറും തുറന്നു വെച്ചാൽ എന്തോരം ജനങ്ങൾ വരും. അല്ലെങ്കിൽ ഇതുപോലെ ശബരിമല ഈ പറയുന്ന മണ്ഡലക്കാലം മാത്രം പോരാ. അത് പൈസക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാ മാസവും 5 ദിവസം മാത്രമേ അവിടെ ഉള്ളൂ ശബരിമല. ഗുരുവായൂരാണെങ്കിൽ പോയാൽ മര്യാദയ്ക്ക് തൊഴാനും പറ്റില്ല. അതാണ്. അപ്പൊ അവർക്ക് പൈസക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാൻ പാടില്ല. അല്ല, ഈ ഗുരുവായൂർ അമ്പലവും നമ്മുടെ പാലാരിവട്ടം അമ്പലവും അല്ല കമ്പയർ ചെയ്യാൻ. അത് കമ്പയർ ചെയ്യാൻ പാടില്ല. അപ്പൊ അതിനെ കുറിച്ച് നമുക്കൊരു ക്ലാസ് ആശ്വാസം വെക്കാം. അത് കഴിഞ്ഞിട്ട് വെക്കാം. അപ്പൊ ഞാൻ ഇനി കൂടുതൽ നിർമ്മിപ്പിക്കുന്നില്ല. അപ്പൊ ഇതാണ് ഒരു സങ്കല്പം, ക്ഷേത്ര സങ്കല്പം ഗുരുദേവന്റെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനോട് ചിലപ്പോ നിങ്ങൾക്ക് എതിർപ്പോ അല്ലെങ്കിൽ എതിരഭിപ്രായമൊക്കെ ഉണ്ടാകാം. അപ്പൊ എന്തുവാണെങ്കിലും ഇത് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം. അച്ഛൻകുട്ടി ചേട്ടൻ എന്താ പറയാനുണ്ട് കേട്ടോ.